ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങിക്കാൻ പോയി. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, പോവാമോ? അച്ഛൻ പറഞ്ഞു ശരി പോവാം. എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ വാങ്ങിക്കാനാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നോട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വന്നു. അപ്പോൾ എനിവേസ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ. പിന്നെ എവിടെ പോയെന്ന് പറയണ്ടല്ലോ, നമ്മൾ ട്രിവാൻഡ്രം ബാലാജിയിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സംഭവം എന്താണെന്നല്ലേ, ഞാൻ ട്വീസേഴ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടോ. എനിക്ക് കറക്റ്റാവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, ബട്ട് അത് വർക്കായി. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി, സ്റ്റിക്കറൊക്കെ ബില്ലിൽ കൊള്ളാം. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണണ്ടേ? ആദ്യം തന്നെ ഞാനൊരു വൈറ്റ് ചാർട്ട് പേപ്പർ വാങ്ങിച്ചു, ഒരെണ്ണം ചാർട്ട് പേപ്പർ വാങ്ങിച്ചു. എനിക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്, സ്കൂളിലെ അസൈൻമെൻറ്റും അതും പിന്നെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ പരിപാടിയിലേക്ക് ഒരു ചാർട്ടേ ഞാൻ വാങ്ങിച്ചുള്ളൂ. എനിക്കത് മതിയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫയൽ കവറായിരുന്നു. കണ്ടു, ട്രാൻസ്പെറൻറ്റ് ക്ലിയർ ഒരു ഫയൽ കവർ, A4 സൈസാണ്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫെവി ബോണ്ടായിരുന്നു, ഈ ഒരു മീഡിയം സൈസ്. പിന്നെ ബാലാജി നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ എന്ത് സാധനം എനിക്ക് വാങ്ങിക്കാനുണ്ടെങ്കിലും ഞാൻ ബാലാജിയിലാണ് പോകാറ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുകയും ചെയ്യും, നല്ല വില കുറവുമാണ്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുറേ സാധനം കിട്ടും, അത്യാവശ്യം നല്ല കുറേ സാധനം കിട്ടും. പിന്നെ ഞാൻ എൻ്റെ സ്ഥലം പ്രീമിയറും കൂടെയാണ്. പ്രീമിയർ പക്ഷേ ഞാൻ പോക്കൽ കുറവാണ്. ഇപ്പോഴാണ് ഞാൻ കുറച്ച്, പണ്ടൊക്കെ എപ്പോഴും പ്രീമിയറാണ്. ഞാൻ കുറച്ച് ബീഡ്സാണ് കണ്ടോ, ഇത് ആൽഫബറ്റിൻ്റെ ബീഡ്സാണ്. ഞാൻ കാണിച്ചു തരാം. സിസേഴ്സ് ആണോ? നമുക്ക് സിസേഴ്സ് എടുത്തിട്ട് അല്ല, സിസേഴ്സ് നമുക്ക് മാജിക് ചെയ്താലോ. ബ്ലേഡും കിട്ടി, സിസേഴ്സും കിട്ടി. ഹൈ നമുക്ക് സിസേഴ്സ് കണ്ടോ, ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്, പേസ്റ്റൽ കളേഴ്സും ഉണ്ട്, നല്ല ഇഷ്ടമായി. ഓക്കെ, അപ്പം അത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീം സ്റ്റിക്കായിരുന്നു. ഇതിന് 70 രൂപയുണ്ടായിരുന്നുള്ളൂ, 50 പീസസ്. 50 ആണ്, കുറേ ഉണ്ട് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് ഈ സംഭവം. ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രീസേഴ്സ് ഉണ്ടാക്കിയത്. നല്ല യൂസ്ഫുള്ളാണ് ഇത്. എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഉണ്ടാക്കി നമുക്ക് ക്രാഫ്റ്റല്ലേ ചെയ്തിട്ടാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് എൻ്റെ ഡെസ്കിലല്ല, നിങ്ങൾ കുറച്ച് പേര് ഇതിൽ ശ്രദ്ധിച്ചതാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പൊക്കെ വേറെ അല്ലേ, ഞാൻ കാണിച്ചു തരാം. ചഞ്ചടൻ നമ്മളെ ഓൺ സ്റ്റുഡിയോ ഞാൻ ബിൽഡ് ചെയ്തു. സ്റ്റുഡിയോ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് സ്റ്റുഡിയോ എന്നൊക്കെ പറ്റി പറയാം. കണ്ടോ, ഇതെൻ്റെ ശരിക്കുള്ള ടേബിളിൻ്റെ ബാക്കാണ്. അപ്പം ഞാൻ അവിടെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സൊക്കെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ച്, ഇത് ഒരു എക്സാം ഒരു ബോർഡായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒരു സംഭവം ഞാൻ വാങ്ങിച്ച സാധനം തന്നെ വെച്ചിട്ട് വെച്ചു. നല്ല സൂപ്പർ ഈസ്റ്ററ്റിക്. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അത് ട്യൂലിപ്സ് കുറേ സംഭവം ഞാൻ വെച്ചിട്ടുണ്ട്. കുറേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്നൊരു സാധനം, അതിനൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഈ നെയിൽ കട്ടർ ഞാൻ മേക്ക് ഓവർ ചെയ്ത് ചെറുതിൽ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അയ്യോ നമ്മളെ വീഡിയോ ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫെവിക്കോൾ എൻ്റെ തീർന്നു. പക്ഷേ ഇത് ഞാൻ പുതിയൊരിതുണ്ടായിരുന്നു, അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായത്. കണ്ട സമയത്ത് കുറച്ച് ചെറുതായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ ഞാൻ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്യും. എനിക്കിതാ ഭയങ്കര യൂസ്ഫുൾ സാധനമാണ്. ഞാൻ എപ്പോഴും ഗ്ലൂ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ഔട്ടായി പോകും. അപ്പോൾ എനിക്കത് ഭയങ്കരമുള്ള പ്രശ്നമാണ്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്താലും ഞാൻ ആ ക്യാപ്പ് കൊണ്ട് കളയും. അപ്പം ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ പുള്ള് ചെയ്തിട്ട് നമ്മൾ അമക്കിയ ഗ്ലൂ വരും, എന്നിട്ട് താഴ്ത്തിയ ഗ്ലൂ വരില്ല. അപ്പോൾ ആ സൂപ്പർ സാധനം. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, ഗ്ലൂ എപ്പോഴും ഇങ്ങനെ ഒഴിച്ച് തീർക്കും. അനിയത്തിമാരൊക്കെ ഉണ്ട്, അനിയന്മാരും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഗ്ലൂ ഇങ്ങനെ പിരിഞ്ഞ് തീർക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല സാധനമാണ്. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മേക്കോർ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, കുറച്ചും കൂടെ ക്യൂട്ട് മേക്കോർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഡബിൾ സൈഡഡ് ടേപ്പ്, തിന്ന് ഡബിൾ സൈഡഡ് ടേപ്പ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് കടിൽ ക്ലൗഡ് ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ്. കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആണ്.
നല്ല സാധനം കേട്ടോ. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനി ഇതിനൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ക്യൂട്ട് പേപ്പേഴ്സാണ്. ഈ ഒരു ഡിസൈനും ബേബി ഗേൾ എന്ന് പറയുന്നൊരു ഡിസൈനും പിന്നെ മൈ ബേബി എന്ന് പറയുന്നൊരു ഡിസൈൻ. നല്ല കവൈൽ സ്റ്റിക്കേഴ്സ്. അപ്പോൾ കവൈൽ സ്റ്റിക്കേഴ്സ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. ഞാനത് ഓൺലൈനിൽ നോക്കി. പക്ഷേ എനിക്ക് ഓൺലൈനിൽ നിന്ന് ഭയങ്കര ക്ഷമയില്ല. ഒന്ന് ക്വാളിറ്റി നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയുന്നത്. നല്ല റേഞ്ചും ഉണ്ട്. അപ്പോൾ ഈ ബാലാജിയിൽ എല്ലാ സാധനങ്ങളും അഫോർഡബിൾ ആണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷനൊക്കെ കുറേ ഉണ്ട്. ഈ കവൈൽ എന്ന് പറഞ്ഞിട്ട് ആരും മനസ്സിലായില്ല. അപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തിട്ട് ഫോട്ടോ നോക്കിയിട്ട് അതിൻ്റെ സ്റ്റിക്കറില്ല, പേപ്പർ മതിയോ എന്ന് ചോദിച്ചു. എനിക്ക് പേപ്പറായാലും മതി, എനിക്ക് ഒട്ടിക്കാനുള്ള സമയമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, പേപ്പറായാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ വാങ്ങിച്ച സംഭവമാണ് ഇത്. ഞാൻ വാങ്ങിച്ചു. ഇംഗ്ലീഷ് നല്ല ക്യൂട്ടായിട്ട്. അപ്പോൾ അത് വെച്ച് ക്രാഫ്റ്റ് ചെയ്തായിരിക്കും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇത് ഈ ഒരു 2 വാഷ് ഷീറ്റ്. ക്യൂട്ട്സിയുടെ ആളായതുകൊണ്ടാണ് ഞാൻ പിങ്കും പർപ്പിളും എടുത്തത്. അമ്മേ, ഈ പിങ്കാണ് ഞാൻ ടേബിളിൻ്റെ സൈഡിൽ ഒട്ടിച്ചത്. കണ്ടോ, ഈ പിങ്ക് എടുത്ത് ഞാൻ ഒട്ടിച്ചു. ഇംഗ്ലീഷ് നല്ല ക്യൂട്ടാണ്. ഇത് വയ്ക്കാൻ എനിക്കൊരു ഹോൾഡർ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വയ്ക്കാൻ ഇതില്ല സ്ഥലം, ഇത് ഉണ്ടാക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാറ്റൻ റിബണായിരുന്നു. സാറ്റൻ റിബൺ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കടയിൽ പോയ സമയത്ത് കുറച്ച് ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മടി, എനിക്ക് നാണം. പിന്നെ അവർ വീഡിയോ എടുക്കാൻ സമയത്ത് തന്നെ എനിക്കറിയില്ല. ഞാൻ പിന്നെ ചോദിക്കാനൊന്നുമില്ല. ആ വീഡിയോ അങ്ങോട്ട് പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണം, കാണാൻ ആഗ്രഹമുണ്ട്, അങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ ചേച്ചിയോട് പറ, എന്നാലേ ചേച്ചിക്കറിയാൻ പറ്റൂ. പിന്നെ അടുത്ത സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് LED ലൈറ്റാണ്. ഈ സംഭവം ഞാൻ വാങ്ങിച്ച് എൻ്റെ ടേബിളിൽ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം ലൈറ്റ് ബാറ്ററി തീർന്നു. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ബാറ്ററി ഇല്ല. അങ്ങനെയായിരുന്നു. ഇത് ആദ്യത്തെ പ്രസ്സിൽ പിന്നെ ആദ്യത്തെ പ്രസ്സിൽ, പിന്നെ രണ്ടാമത്തെ പ്രസ്സിൽ കുറച്ചും കൂടെ സ്ലോ ആകും. മൂന്നാമത്തെ പ്രസ്സിൽ ഇത് നോർമലായിട്ട് സ്റ്റില്ലായിട്ട് നിൽക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ പൈസ നോക്കി ഞാൻ കാണിച്ചു തരാം. അതെ, ഇതൊന്നും ഇങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് തുളിപ്സിൻ്റെ ഇടയ്ക്ക് ആ ലൈറ്റ് കൊണ്ടുപോകുമ്പോൾ എന്ത് ഭംഗിയാണ്. ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ അങ്ങനെ വാങ്ങിച്ച സാധനമാണ്. നല്ല സാധനം കേട്ടോ, ക്വാളിറ്റി സൂപ്പറാണ്. ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചു. ഈ പേപ്പർ ഇവിടെ അയ്യോ ഈ മിക്കൊന്നും കാണാൻ പറ്റിയില്ലേ, സോറി. അപ്പം ഈ പേപ്പർ ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്താൽ ഒന്നും വരില്ല. പക്ഷേ ഈ പേപ്പർ മാറ്റിയാലേ ആദ്യത്തെ പ്രസ്സിൽ ഇങ്ങനെ വരും, രണ്ടാമത്തെ പ്രസ്സിൽ കുറച്ച് സ്ലോ, മൂന്നാമത്തെ പ്രസ്സിൽ ഇങ്ങനെ നിൽക്കും. യെസ്, ഓക്കെ. അപ്പം ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇതിൻ്റെ സെറ്റ് തന്നെ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ സാധനമാണ്. ഇവിടെ ഞാൻ ഈ കടയിൽ എല്ലാ സാധനങ്ങളും അഫോർഡബിൾ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ സപ്ലൈസ്, സ്റ്റേഷനറീസ്, ഡ്രോയിങ് സാധനം എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ക്രാഫ്റ്റ് സപ്ലൈസ് സാധനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബാലാജി തന്നെ വാങ്ങിക്കണം. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ബാലാജി എന്ന് പറയുന്ന കട അറിയാതിരിക്കില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ചു നോക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കീ ചെയിൻ റിങ്സ്. ഈ സംഭവം ഞാൻ കീ ചെയിൻ പണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ഇതായിരുന്നു, നമ്മൾ ഇൻഹേലർ അങ്ങനത്തെ സംഭവം വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് വെച്ചാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ച സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബുള്ളറ്റ് ജേർണൽ ബുക്കാണ്. ഇത് ഞാൻ കടക്കിലോട് ചേച്ചിയുടെ കയ്യിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കോട്ട് എഴുതിയിട്ടുണ്ട്, ഒരു നല്ല പച്ചയായിരുന്നു. അപ്പോൾ ഗ്രോ ത്രൂ വാട്ട് യു ഗോ ത്രൂ, അതായത് വളരുക, നിങ്ങൾ എന്തിൽ കൂടെ പോകുന്നു അതിൽ കൂടെ വളരുക. പിന്നെ ഇതാട്ടോ അകത്തതാ കുത്താണ്. ക്ലിയർ ആവുന്നില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? കുത്ത് അതാണ്. കുറേ നല്ല കട്ടിയുള്ള പേജസാണ്. അപ്പോൾ മറക്കണ്ട, കട ബാലാജിയാണ്. അപ്പോൾ എന്ത് സാധനം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക. പിന്നെ ഫോക്കസ് ആവുന്നുണ്ടെങ്കിൽ സോറി, ഞാനത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. മാക്സിമം ഒക്കെ ഞാൻ അത് മാറ്റാൻ നോക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഫോക്കസ് ആവുന്നില്ലെങ്കിൽ സോറി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ ഒരു സംഭവം ഈ സ്റ്റുഡിയോ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോ വന്നിട്ട് കുറേ ഒന്നും കാണുന്ന പോലുമില്ല. പിന്നെ വേറെ ഒന്നുമല്ല, എൻ്റെ സംസാരം ക്ലിയർ ആവുന്നില്ല. ഞാൻ വീഡിയോ എടുത്ത് ഫുള്ള് കുളമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുളമായി, ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ചാനൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ട് വീഡിയോയ്ക്ക്. വീഡിയോയിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല.
ഞാനങ്ങ് സഹിച്ച് ഞാൻ വിചാരിച്ചു ശരി കുഴപ്പമില്ല, നമുക്ക് വീഡിയോ സ്റ്റുഡിയോ വേറെ ഇടാമല്ലോ. ഇതിപ്പോൾ കുറച്ച് ഞാൻ രാത്രി ഇരുന്ന് ചെയ്തത് കേട്ടോ, സൺഡേ രാത്രി ഇരുന്ന് ചെയ്ത സംഭവമാണ്. സൺഡേ തന്നെ സൺഡേ രാത്രി ഇരുന്ന് ചെയ്തതായിരുന്നു. സൺഡേ മൺഡേ ഇന്നലെ രാത്രി, അതായത് മൺഡേ രാത്രി ഇരുന്ന് ഞാൻ ചെയ്തതായിരുന്നു. സൺഡേ ഞാൻ ചെയ്തിട്ടോ, മൺഡേ രാത്രി ഇരുന്ന് ചെയ്തതാണ് ഈ പരിപാടി. എനിക്ക് സൂപ്പറാണ് ഈ ഒരു സംഭവം. ഈ ടേബിൾ ഞാൻ സെറ്റപ്പ് ചെയ്ത് കേട്ടോ. എനിക്ക് ടേബിൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കണ്ടോ ബോറായിരുന്നു. കണ്ടോ ഇത് ആ മണി പ്ലാന്റും എൻ്റെ ആ ടേബിളിൻ്റെ മുകളിൽ പൊക്കത്തിരിക്കുന്ന സാധനങ്ങൾ താഴെ കിടക്കണം. നല്ല ഭംഗിയുണ്ട്. എനിവേസ് ഇത് കാണുമ്പോൾ വീഡിയോയിൽ ഞാൻ വൈറ്റ് ഡെസ്ക് ആക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വീഡിയോയ്ക്ക് കുറച്ച് വെളിച്ചം കിട്ടും, മറ്റത് കുറച്ച് ഡിം കളറാണ്. യെല്ലോ എന്ന് പറയുന്നത് എൻ്റെ അത്ര ബ്രൈറ്റ് അല്ല, പക്ഷേ യെല്ലോയിൽ വെച്ചതാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഡള്ളല്ലേ, പക്ഷേ ഇവിടെ വെച്ചെടുക്കുമ്പോൾ നല്ല വെളിച്ചമുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ലൈറ്റും എൻ്റെ തൊട്ട് ബാക്കിലോട്ടോ ഇരിക്കുന്നത്, പക്ഷെ അത്ര ലൈറ്റ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഡെസ്ക് സെറ്റപ്പിനെക്കാട്ടിയും കുറച്ചും കൂടെ എസ്തെറ്റിക് പിൻട്രസ്റ്റ് ക്യൂട്ട് ഡെസ്ക് മേക്ക് ഓവർ വരുന്നുണ്ട്. എനിവേസ് നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് മീ പാർവതി ആൻഡ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ബൈ.